അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ തിരുവോണ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അപ്പം മാർക്കറ്റിൽ പോയി പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലച്ചുക്കുട്ടീനെ ഞാൻ റെഡിയാക്കി, അപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ രണ്ടുപേരും കൂടെ പൂക്കളൊക്കെ ഇടുവാണ്. ഞാൻ റെഡി ആയിട്ടില്ല കേട്ടോ, എനിക്ക് ഇനിയും കുക്ക് ചെയ്യാനുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ റെഡി ആവാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് മുന്നിൽ വരാത്തത്. അപ്പോൾ രാവിലെ ലച്ചുക്കുട്ടി പൂവൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പീനെ ഹെൽപ്പ് ചെയ്യുവാണ്. രണ്ടുപേരും കൂടെ പൂക്കളൊക്കെ ഇടുവാണ് കേട്ടോ. അപ്പോൾ വരച്ചൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ കിടന്നുറങ്ങിയത്. അപ്പോൾ നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഇടാനായിട്ട്. പക്ഷേ എന്ത് ചെയ്യുക, വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെല്ലാം ചെയ്യേണ്ടതൊക്കെ വന്നുകൊണ്ട് അപ്പയും ലച്ചും കൂടെ പൂക്കളൊക്കെ ഇട്ടു. ഞാൻ അപ്പോഴത്തേനും കുക്കൊക്കെ ചെയ്തു, എല്ലാ സാധനവും റെഡിയാക്കി. എനിക്ക് അതുമല്ല, ഈ വർഷം എനിക്ക് ഓണമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മച്ചിമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുഞ്ഞിലെ വളർത്തിയത് എൻ്റെ അമ്മച്ചിമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മച്ചിമ്മ കഴിഞ്ഞ നവംബറിലാണ് കേട്ടോ മരിച്ചു പോയത്. അപ്പോഴത്തേനും ഒരു വർഷം പോലും ആയിട്ടില്ല. എനിക്ക് ഓണം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പാടില്ലാത്തതാണ്. പിന്നെ യൂട്യൂബും എല്ലാമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം പൂക്കളമൊക്കെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അമ്മച്ചമ്മയ്ക്ക് ഞാൻ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ചോറൊക്കെ വെക്കുമല്ലോ, അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ നല്ല ഫിനിഷിങ്ങിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. സിമ്പിളായിട്ടുള്ളൊരു പൂക്കളാണ്, ഒരുപാട് വലിയ ആർഭാടമായിട്ടൊന്നും അല്ല കേട്ടോ. ചെറിയ രീതിയിൽ കുറച്ച് പൂവൊക്കെ മേടിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ സദ്യയെല്ലാം റെഡിയായി. ഞാനും കൂടെ റെഡിയായിട്ട് വന്നിട്ട് സദ്യ വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ അപ്പയാണല്ലോ വിളമ്പുന്നത്. അതിന് മുന്നേ ആദ്യം ഇവിടെ സൈഡിൽ തന്നെ പൂക്കളത്തിൻ്റെ അടുത്ത് തന്നെ അമ്മച്ചമ്മയ്ക്ക് ആദ്യം എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. എല്ലാം എടുത്തൊക്കെ വെച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്ന കേട്ടോ. അപ്പോൾ ലച്ചുക്കുട്ടി ആദ്യം ഇരിക്കുവാണ്, അപ്പം എല്ലാം വിളമ്പുക, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ശർക്കര വരട്ടി ഉണ്ടായിരുന്നു, പിന്നെ ചിപ്സ്, മാങ്ങാച്ചാറ്, തോരൻ, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ ഇട്ട് മധുരക്കറി ഉണ്ടാക്കി കേട്ടോ. കോട്ടയം സ്റ്റൈലിൽ മധുരക്കറി ഉണ്ടാക്കി, പിന്നെ കാളൻ ഉണ്ടാക്കി പൈനാപ്പിൾ ഇട്ട്, പിന്നെ ഉണ്ടാക്കിയത് ക്യാബേജ് തോരൻ, പിന്നെ അവിയൽ, സാമ്പാർ. ഇപ്പോൾ വിളമ്പുന്നത് മധുരക്കറിയാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തിട്ട് കോട്ടയം സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ നല്ല കുത്തിരി ചോറ്, പപ്പടം, സാമ്പാർ, രസം ഉണ്ടാക്കി, പച്ചമോര്, പിന്നെ ഉള്ളിക്കറി മാത്രം ഞാൻ ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചു കേട്ടോ. പുളിയിഞ്ചി ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ കേട്ടോ. ഞാൻ എല്ലാ വർഷവും ഓണത്തിന് എന്നെക്കൊണ്ട് പറ്റാവുന്ന അതുപോലെ തന്നെ എല്ലാ വർഷവും ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഈ വർഷവും അങ്ങനെ തന്നെ ഉണ്ടാക്കി. അപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലച്ചുക്കുട്ടി എന്താ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ? അവൾ രാവിലെ മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അവൾക്ക് വിശക്കുന്നുണ്ട്. അവൾ കുറേ സമയമായിട്ട് അവൾക്ക് ചോറ് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ നീക്കി വെക്കാനുള്ളപ്പോഴത്തേനും ആദ്യം കഴിക്കാൻ പാടില്ലല്ലോ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ലച്ചുൻ്റെ അടുത്ത് ഞാൻ ഹായ് പറയാൻ വന്നിട്ട് ലച്ചു ഹായ് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഗുരുവായൂരപ്പന് പായസം വെച്ചതിന് ശേഷമാണ് കേട്ടോ അമ്മച്ചമ്മയ്ക്ക് ചോറ് വിളമ്പുന്നത്. ജോബിയാണ് കേട്ടോ എല്ലാം എടുത്ത് വെച്ചാൽ, ഞാൻ എല്ലാം അടുപ്പിച്ച് എടുത്താൽ മതി, ജോബി എല്ലാം ചെയ്തോളും കേട്ടോ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ലച്ചുകുട്ടി കഴിക്കാണ്ടിരുന്ന അവൾക്ക് സാമ്പാർ വിളമ്പി കൊടുക്കണം. അവളുടെ ഇലയിൽ ഇനി പപ്പടവും ഇതൊക്കെ വെക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെയാണോ നിങ്ങൾ ഓണത്തിന് വിളമ്പാറ്? നമ്മൾ പെട്ടെന്ന് എല്ലാം കൂടെ ഒക്കെ വിശന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഓർഡർ ഒന്നും നോക്കില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വിശക്കുന്നതുകൊണ്ട് ഓരോന്നോരോന്നൊക്കെ ഇപ്പോഴാണ് കേട്ടോ. പഴവും പപ്പടമൊക്കെ അപ്പോൾ ഇപ്പോഴാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലച്ചുവിന് സാമ്പാർ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് മോരുകറി കൂടെ വേണമെന്ന് പറഞ്ഞു. മോരുകറി എല്ലാം കൂടെ കൂട്ടിയിട്ട് അവൾ കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ. ആശാട്ടി ഇടയ്ക്ക് വെച്ച് കുറച്ച് കഴിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് വിട്ടു. അവൾക്ക് ഈ പാവാട ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന് കഴിക്കാനൊന്നും ശീലമില്ലാത്തതുകൊണ്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ അവൾ കഴിച്ചത്. അപ്പോൾ അപ്പയും കൂടെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേനുണ്ട് അവൾക്ക് അപ്പുറത്തിരിക്കണമെന്ന് പറയാം. അപ്പോൾ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇരുന്നപ്പോഴത്തേനും അവിടെ ഇരിക്കണം ഭയങ്കര വാശിയാണ്. പിള്ളേരുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാനേ പറ്റത്തില്ല. ഓരോ സമയത്ത് ഓരോ മൈൻഡാണ് അവർക്ക്. വിശക്കുവാന്ന് പറയും, എന്നാൽ കഴിക്കത്തുമില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുത്തിയതാണ് കേട്ടോ. അപ്പം എനിക്കിനി കഴിക്കാനിരിക്കണം. ഞാൻ അമ്മച്ചമ്മയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ. രാവിലെ സമയം കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ പോക്ക് ക്യാൻസലായി കേട്ടോ. പൂക്കളം ഇടാനും ബാക്കി സദ്യ ഒരുക്കങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ പോയിട്ട് വരുമ്പോഴത്തേനും ഒത്തിരി സമയം പോകും. പിന്നെ നമുക്ക് ഈ നമ്മൾ പുതുതായിട്ട് വന്ന സ്ഥലത്ത് അമ്പലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഇതുവരെ ഈ ഒരു ഭാഗത്ത് അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ മലമുകളിലൊരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു, അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുങ്ങിയത്. എന്തായാലും സമയം പോയി. ലച്ചുവിന് സദ്യ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾക്ക് കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. എനിക്കിതിനൊന്നിനും നേരം കിട്ടിയില്ല. അപ്പോൾ അവൾക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ ചോറ്. ലച്ചു അപ്പയ്ക്ക് വാരി കൊടുക്കുവാണ്. എല്ലാ വർഷവും ഇങ്ങനെയാണ് കേട്ടോ, പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇല്ലേ? കമൻറ്റ് ചെയ്യണം കേട്ടോ.
അങ്ങനെ ഞാൻ ഈ ചോറിനാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഈ സാരി ഉടുത്തേക്കുന്നതുകൊണ്ട് എനിക്ക് ഫേസ് ഒന്നുകൂടെ ഡാർക്കായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല കേട്ടോ. കഴിക്കാൻ ഇത് ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും ഇല്ല കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ട് ഇരുന്നു. അതിനിടയ്ക്ക് പിന്നെ അപ്പം എഴുന്നേറ്റ് വന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചതാണ്. അപ്പോൾ എനിക്ക് മുഖം ഡാർക്കായിട്ട് ഞാൻ പിന്നെ ഇത് തന്നെ പറയല്ല കേട്ടോ. ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വേറെ സാരി ലാസിയ ബൈലച്ചിലെ സാരിയാണ് കേട്ടോ ഞാൻ ഉടുത്തേക്കുന്നത്. ഈ സാരി ഉടുത്തപ്പോഴത്തേനും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഉടുത്തിട്ട് ഫോട്ടോ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ ലച്ചു വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കേട്ടോ. ഇതും അവളുടെ ഓണക്കോടി തന്നെയാണ്. അപ്പോൾ 3 പേരും കൂടെ നിന്ന് വേറെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്താണ് കേട്ടോ.